ഈശോയിൽ സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾ തപസ് കാലത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയിലാണ് ആയിരിക്കുക. തപസ് കാലം ഒന്നാം ഞായർ നമ്മൾ ഈശോയോടൊപ്പം മരുഭൂമിയിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമൊക്കെ ആയിരുന്നുവെങ്കിൽ, ഈ രണ്ടാം ഞായറിൽ തിരുസഭ നമ്മെ നയിക്കുക ഈശോയോടൊപ്പം ഒരു മലമുകളിലേക്കാണ്. ഈശോയുടെ രൂപാന്തരീകരണത്തിൻ്റെ മല. പരമ്പരാഗതമായി നമ്മൾ താബോർ മല എന്ന് പറയപ്പെടുന്ന ആ ഒരു മലയിലേക്ക്. പ്രിയപ്പെട്ടവരെ, എവങ്കേലിയം ക്രിസ്തിയിലേക്ക് സ്വാഗതം. സമാന്തര സുവിശേഷകന്മാർ 3 പേരും ഏകദേശം ഒരേപോലെ തന്നെ വിവരിക്കുന്ന ഒരു സംഭവമാണ് ഈശോയുടെ രൂപാന്തരീകരണത്തിൻ്റെ വിവരണം. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന സുവിശേഷം മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 2 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. എന്നാൽ ഈ സുവിശേഷ ഭാഗം ആഴത്തിൽ മനസ്സിലാകുന്നതിന് 9-ാം അധ്യായത്തിലെ ആ വിട്ടുപോയ 1-ാമത്തെ വാക്യം കൂടെ നമ്മൾ കാണേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിങ്ങനെയാണ്: 6 ദിവസം കഴിഞ്ഞ് യേശു പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി. ഇങ്ങനെയാണ് മർക്കോസ് തൻ്റെ 9-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത്. അപ്പോൾ അവിടെ മർക്കോസ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് 6 ദിവസങ്ങൾ കഴിഞ്ഞ് എന്ന്. അപ്പോൾ എന്തിൻ്റെ 6 ദിവസങ്ങൾ? എന്താണ് ഈ 6 ദിവസങ്ങൾ എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്? മത്തായിയുടെ രൂപാന്തരീകരണ വിവരണത്തിലും ഇത് പറയുന്നുണ്ട്, 6 ദിവസങ്ങൾ കഴിഞ്ഞ് എന്ന്. ലൂക്ക തൻ്റെ രൂപാന്തരീകരണ വിവരണം പറയുമ്പോൾ 8 ദിവസങ്ങൾ കഴിഞ്ഞ് എന്നാണ് പറയുക. എങ്ങനെയായാലും നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സമാന്തര സുവിശേഷകന്മാർ 3 പേരും വ്യക്തമാക്കുന്നുണ്ട് ഈ ദിവസങ്ങളുടെ പ്രത്യേകത. അതായത് ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് എന്ന് അവർ വളരെ വ്യക്തമായിട്ട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ 3 സമാന്തര സുവിശേഷങ്ങളിലും ഈശോയുടെ ഈ രൂപാന്തരീകരണത്തിന് മുൻപായിട്ട് വിവരിക്കുന്ന സംഭവം പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനമാണ്. ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? അതിനുശേഷം ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ പത്രോസ് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണെന്ന് പറയുന്നു. അതിനുശേഷം ഈശോ തൻ്റെ പീഠാനുഭവത്തെക്കുറിച്ചും കുരിശുമരണത്തെക്കുറിച്ചുമുള്ള 1-ാമത്തെ പ്രവചനം നടത്തുകയാണ്. അപ്പോൾ ഈശോ തനിക്ക് ജെറുസലേമിൽ സംഭവിക്കാനിരിക്കുന്ന പീഠാനുഭവം, കുരിശുമരണം, ഉത്ഥാനം, ഈശോയുടെ പെസഹ രഹസ്യത്തെക്കുറിച്ച് അവരോട് പറയുകയാണ്. അതായത് മനുഷ്യപുത്രൻ ഇനി പീഡിപ്പിക്കപ്പെടുവാൻ പോവുകയാണ്, അവൻ വധിക്കപ്പെടുവാൻ പോവുകയാണ്. ഇത് ശിഷ്യന്മാർക്ക് മനസ്സിലാവുന്നില്ല. പത്രോസ് ഉടനെ പറഞ്ഞതാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാകുന്നു എന്ന് പറഞ്ഞിട്ട് ഉടനെ ഈശോ പറയുന്നത്, ഈ മിശിഹ എന്ന് നിങ്ങൾ പറയുന്ന ഞാൻ വളരെ ക്രൂരമായി സഹനങ്ങളേറ്റുകൊണ്ട് കുരിശിൽ വധിക്കപ്പെടും. അത് ഈ ശിഷ്യന്മാരുടെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈശോയുടെ ആ വിവരണം കേൾക്കുമ്പോൾ, തനിക്ക് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഈശോ പറയുന്നത് കേൾക്കുമ്പോൾ പത്രോസ് ഉടനെ പറയുകയാണ്, കർത്താവേ, ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. ഈശോ പത്രോസിനോട് വളരെ രൂക്ഷമായിട്ട് അതിന് മറുപടി പറയുന്നുണ്ട്. ഈശോ പറയുന്ന, സാത്താനെ, എൻ്റെ മുൻപിൽ നിന്ന് ദൂരെ പോവുക. എന്നിട്ട് പറയുന്നു, നിൻ്റെ ചിന്തകൾ ദൈവികമല്ല, മാനുഷികമാണ്. എന്നിട്ട് ഈശോ അവരോട് പറയുകയാണ്, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശും വഹിച്ചുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഇത് ശിഷ്യന്മാരെ വളരെ വലിയ ഒരു ആശയക്കുഴപ്പത്തിലേക്ക് നയിച്ചു. അതോടുകൂടെ അവർ പ്രതീക്ഷിച്ചിരുന്ന ഒരു മിശിഹ തന്നെയാണോ തങ്ങൾ പിഞ്ചെല്ലുന്നത് എന്നുള്ള ഒരു ആശയക്കുഴപ്പം അവരുടെ മനസ്സിലുണ്ടാവുകയാണ്. അപ്പോൾ അവർക്കിടയിൽ, അതായത് ശിഷ്യന്മാർക്കും ഈശോയ്ക്കുമിടയിൽ ഒരു വലിയ നിശബ്ദത രൂപം കൊള്ളുകയാണ്. പിന്നീട് അവർക്ക് ഈശോയോട് ഒന്നും പറയാനില്ല, ഈശോ പറയുന്നത് ഒന്നും കേൾക്കാനുമില്ല.
അങ്ങനെ വലിയൊരു നിശബ്ദത അവർക്കിടയിൽ രൂപപ്പെടുകയാണ്. ആ സംഭവത്തിന് ശേഷമാണ് 6 ദിവസങ്ങൾക്ക് ശേഷം, ആ 6 ദിവസങ്ങൾ ഈ ഈശോയ്ക്കും ഈ അപ്പോസ്തലന്മാർക്കും ഇടയിൽ എന്താണ് സംഭവിച്ചത് എന്ന് സുവിശേഷത്തിൽ യാതൊരു സൂചനയുമില്ല. അല്ലെങ്കിൽ അവർക്കിടയിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടോ എന്ന് പോലും സുവിശേഷം നമ്മോട് പറയുന്നില്ല. അങ്ങനെയുള്ള 6 ദിവസങ്ങൾ കടന്നു പോയതിന് ശേഷമാണ് ആ 6 ദിവസങ്ങളുടെ നിശബ്ദതയിൽ നിന്ന്, 6 ദിവസങ്ങളുടെ ആശയക്കുഴപ്പത്തിൽ നിന്ന് ഈശോ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും വിളിച്ചുകൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോവുകയാണ്. ഇവിടെയാണ് സംശയാലുക്കളായ ശിഷ്യന്മാർക്ക് എന്താണ് തൻ്റെ മഹത്വം എന്ന് അവിടുന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഈശോ പറയുക, ഈ പീഠാനുഭവവും കുരിശുമരണവുമൊക്കെ നമ്മെ നയിക്കുന്നത് വലിയൊരു മഹത്വത്തിലേക്ക് തന്നെയാണ്, ഉയർപ്പിൻ്റെ വലിയ മഹത്വത്തിലേക്കാണ്. അങ്ങനെ യേശുവിൻ്റെ യഥാർത്ഥ മഹത്വത്തിൻ്റെ, അല്ലെങ്കിൽ യേശു വീണ്ടും എത്തിച്ചേരുവാനുള്ള യഥാർത്ഥ മഹത്വത്തിൻ്റെ ഒരു മുന്നാസ്വാദനം തൻ്റെ ശിഷ്യന്മാർക്ക് താബോർ മലയിൽ വെച്ച് ഈശോ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അതാണ് ഈശോയുടെ രൂപാന്തരീകരണം. പ്രിയപ്പെട്ടവരെ, രൂപാന്തരീകരണം എന്നാൽ ഒരു തെയോഫനിയാണ്. തെയോഫനി, അതായത് പഴയ നിയമത്തിൽ ദൈവം തന്നെ തന്നെ മനുഷ്യന് വെളിപ്പെടുത്തി കൊടുക്കുന്ന സംഭവങ്ങളെയാണ് നമ്മൾ തെയോഫനി എന്ന് പറയുക. അപ്പോൾ ദൈവത്തിൻ്റെ ഈ സ്വയം വെളിപ്പെടുത്തുകൾ അല്ലെങ്കിൽ തെയോഫനി അതെല്ലായ്പ്പോഴും സംഭവിക്കുന്നത് മലമുകളിൽ വെച്ചാണ്. അത് നമ്മൾ പഴയ നിയമത്തിൽ ഉടനീളം കാണുന്നുണ്ട്. എപ്പോഴൊക്കെ ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ സീനായ് മലയിൽ, അല്ലെങ്കിൽ ഏലിയായ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ ഹോറബ് മലയിൽ, ഇസ്രായേൽ ജനത്തിന് മുഴുവനുമായിട്ട് ദൈവം വെളിപ്പെടുത്തുമ്പോൾ അതും സീനായ് മലയിൽ വെച്ച്. അപ്പോൾ ദൈവം സ്വയം വെളിപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തെയോഫനികൾ സംഭവിക്കുന്നത് മലമുകളിൽ വെച്ചാണ്. അപ്പോൾ അതേ മലമുകളിൽ വെച്ച് തന്നെയാണ് ഈശോയും തന്നെ തന്നെ സ്വയം വെളിപ്പെടുത്തി കൊടുക്കുന്നത് രൂപാന്തരീകരണത്തിലൂടെ. താൻ ദൈവമാണ്, തൻ്റെ ദൈവികമായ മഹത്വത്തിൻ്റെ ഒരു തെയോഫനി അവർക്ക് അവിടുന്ന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അതായത് ഈശോ തൻ്റെ ദൈവികതയൊക്കെ മാറ്റിവെച്ചിട്ടാണ് മനുഷ്യാവതാരം ചെയ്തത്. നമുക്കറിയാം, പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, അവിടുന്ന് ദൈവമായിരുന്നെങ്കിലും ദൈവവുമായുള്ള സമാനത മുറുകെ പിടിക്കേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്നു. അതായത് ദൈവം, ഈശോ തൻ്റെ യഥാർത്ഥമായ ഒറിജിനൽ ഗ്ലോറി, യഥാർത്ഥമായ മഹത്വം മറച്ചു വച്ചിരിക്കുകയാണ്. അങ്ങനെ മറച്ചു വെച്ച യഥാർത്ഥമായ മഹത്വം അവിടുന്ന് തൻ്റെ ഈ 3 അപ്പോസ്തലന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അവർക്ക് സംഭവിച്ച വലിയ ആശയക്കുഴപ്പത്തിൽ നിന്ന്, ആ നിശബ്ദതയിൽ നിന്ന് അവരെ വീണ്ടും തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടി. അങ്ങനെ ദൈവിക മഹത്വം മാറ്റിവെച്ച് മനുഷ്യനായി തീർന്ന ഈശോ തൻ്റെ ദൈവികതയുടെ മഹത്വം, തൻ്റെ ദൈവികതയുടെ വെളിപ്പെടുത്തൽ നടത്തുന്ന ഈ തെയോഫനിയാണ് രൂപാന്തരീകരണം. പലപ്പോഴുമൊക്കെ ഈശോയെ എതിർക്കുന്നവർ, ഈശോയെ, ക്രൈസ്തവ മതത്തെ എതിർക്കുന്നവർ, പ്രത്യേകിച്ച് ഇസ്ലാമിസ്റ്റുകളെ പോലെയുള്ളവരൊക്കെ പറയുന്നത്, എപ്പോഴും പറയുക, ഈശോ ഞാൻ ദൈവമാണ് എന്ന് അസന്നിഗ്ധമായിട്ട് ഒരിടത്തും പറഞ്ഞിട്ടില്ല വിശുദ്ധ ഗ്രന്ഥത്തിൽ, അതുകൊണ്ട് ഈശോയുടെ ദൈവികതയെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല, ഈശോ ദൈവമാണെന്ന് വിശ്വസിക്കുക സാധ്യമല്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരമാണ് ഈശോയുടെ രൂപാന്തരീകരണം, ഈശോയുടെ ദൈവികതയുടെ പൂർണ്ണമായ വെളിപ്പെടുത്തൽ. അവൻ്റെ വസ്ത്രങ്ങൾ ഭൂമിയിൽ ഏതൊരു അലക്കുകാരനും വെളുപ്പിക്കുവാൻ കഴിയുന്നതിനേക്കാൾ വെണ്മയും തിളക്കവുമുള്ളവയായിത്തീർന്നു. ഇത് ദൈവത്തെക്കുറിച്ചുള്ള, ദൈവം ജെറുസലേം ദേവാലയത്തിൽ ദൈവത്തിൻ്റെ ഷക്കീന, ദൈവത്തിൻ്റെ മഹത്വം ഇങ്ങനെ ആവരണം ചെയ്യുമ്പോൾ അവിടെ പ്രകടമാകുന്ന വെണ്മ, അവിടെ പ്രകടമാകുന്ന ധവളിമ, അവിടെ പ്രകടമാകുന്ന പ്രഭ, അത് ഭൗമികമായി യാതൊരു വിധമായിട്ടുള്ള താരതമ്യവും ഇല്ലാത്ത പ്രഭ. അതിലേക്കാണ് ഈശോയും വരുന്നത്.
അപ്പോൾ ദൈവത്തിൻ്റെ തന്നെ ഒരു വെളിപ്പെടുത്തലാണത്. അപ്പോൾ ഏലിയായും മോശയും പ്രത്യക്ഷപ്പെട്ട് യേശുവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ഇതെല്ലാം കാണുമ്പോൾ പത്രോസ് വളരെയധികം ഉത്സാഹഭരിതനായിട്ട് പറയുകയാണ്, ഗുരു, നമ്മൾ ഇവിടെയായിരിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്ക്. അപ്പോൾ നോക്കി, നിരാശതയിലും സംശയത്തിലും ആശയക്കുഴപ്പത്തിലുമായി പോയ ശിഷ്യന്മാർക്ക് ഈ തെയോഫനി നൽകുന്ന പ്രത്യാശയുടെയും ഉത്സാഹത്തിൻ്റെയും പ്രതിഫലനമാണ് യഥാർത്ഥത്തിൽ പത്രോസിൻ്റെ ഈ വാക്കുകൾ. തുടർന്ന് ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. മേഘത്തിൽ നിന്നൊരു സ്വരമുണ്ടാകുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ശോഭയേറിയ മേഘം എപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രതീകമാണ്. സിനായ് മലയിലൊക്കെ ആ മേഘം നമ്മൾ കാണുന്നുണ്ട്. ആ മേഘത്തിൽ നിന്ന് പിതാവായ ദൈവം സംസാരിക്കുകയാണ്. അത് ഈശോയുടെ ദൈവികതയെക്കുറിച്ച് പിതാവ് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇതിനെയാണ് നമ്മൾ എപ്പിഫനി എന്ന് പറയുക. തെയോഫനി എന്ന് പറഞ്ഞാൽ ദൈവികതയെ ദൈവം സ്വയം വെളിപ്പെടുത്തുന്നത്. എപ്പിഫനി എന്ന് പറഞ്ഞാൽ ഈശോയുടെ ദൈവികതയെ പിതാവായ ദൈവം വെളിപ്പെടുത്തുന്നത്. ഇത് രണ്ടും, ഈ തെയോഫനിയും എപ്പിഫനിയും ഒരുപോലെ തന്നെ ഈ രൂപാന്തരീകരണം എന്ന് പറയുന്ന സംഭവത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് ഈ സംഭവത്തിൻ്റെ പ്രത്യേകതയും അതിൻ്റെ പ്രാധാന്യവും. അതായത് രൂപാന്തരീകരണം തെയോഫനിയുടെയും എപ്പിഫനിയുടെയും ഒരു സമ്മേളനമായിരുന്നു. പിന്നെ നമ്മളിവിടെ കാണുന്നത് 2 വ്യക്തികളെയാണ് ഈശോയോടൊപ്പം, മോശയും ഏലിയായും. അപ്പോൾ രൂപാന്തരീകരണ സമയത്ത് ഈശോയോടൊപ്പമുള്ള ഈ മോശയുടെയും ഏലിയായുടെയും സാന്നിധ്യം വളരെ പ്രത്യേകതയുള്ളതാണ്. എന്തുകൊണ്ടാണ് മോശയും ഏലിയായും ഈശോയോടൊപ്പം കാണപ്പെട്ടത്? പഴയ നിയമത്തിൽ അല്ലെങ്കിൽ യഹൂദരുടെ പാരമ്പര്യത്തിൽ വളരെ വലിയ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളുണ്ടായിരുന്നു. ആദമുണ്ടായിരുന്നു, അല്ലെങ്കിൽ അബ്രാഹാം ഉണ്ടായിരുന്നു, ദാവീദ് ഉണ്ടായിരുന്നു, സോളമൻ ഉണ്ടായിരുന്നു. അവരൊക്കെ വലിയ മഹത്വമേറിയ വ്യക്തികളാണ്. പക്ഷെ അവരൊന്നുമല്ല ഈശോയോടൊപ്പം കാണപ്പെട്ടത്, മറിച്ച് മോശയും ഏലിയായുമാണ്. എന്തുകൊണ്ടാണ് മോശയും ഏലിയായും? നമ്മൾ പൊതുവായിട്ട് പറയുക, മോശ നിയമത്തിൻ്റെ പ്രതിനിധാനം ചെയ്യുന്നു, ഏലിയ പ്രവാചകന്മാരെ പ്രതിനിധാനം ചെയ്യുന്നു, അതുകൊണ്ടാണ് എന്ന്. അതുകൊണ്ട് തന്നെയാണ്, അതും ഒരു ശരിയായിട്ടുള്ള ഉത്തരം തന്നെയാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് വലിയൊരു പ്രാധാന്യമുണ്ട് ഈ 2 വ്യക്തികൾക്ക്. കാരണം മോശയ്ക്കും ഏലിയായ്ക്കുമാണ് ദൈവം മലമുകളിൽ വെച്ച് തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ള 2 വ്യക്തികൾ. അതായത് പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ തെയോഫനി ലഭിച്ചിട്ടുള്ള 2 വ്യക്തികളാണ് മോശയും ഏലിയായും. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അല്ലെങ്കിൽ 33-34 അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് മോശയ്ക്ക് എങ്ങനെയാണ് ദൈവത്തിൻ്റെ തെയോഫനി ലഭിക്കുന്നതെന്ന്. സീനായ് മലമുകളിൽ വെച്ച് മോശ ദൈവത്തോട് അവിടെ വെച്ച് ആവശ്യപ്പെടുന്നുണ്ട്, കർത്താവെ, എനിക്ക് അങ്ങയുടെ മഹത്വം കാണിച്ചു തരിക, എനിക്ക് അവിടുത്തെ മുഖം ദർശിക്കണം. തന്നെ വെളിപ്പെടുത്തുന്ന ദൈവത്തോട് മോശയുടെ പ്രാർത്ഥനയാണ്, കർത്താവെ, എനിക്ക് അങ്ങയുടെ മുഖം ദർശിക്കണമെന്ന്. എന്നാൽ ദൈവം ഒരിക്കലും തൻ്റെ മുഖം മോശയ്ക്ക് വെളിപ്പെടുത്തിയിട്ടില്ല, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുഖം മോശയ്ക്ക് ഒരിക്കലും കാണുവാൻ കഴിഞ്ഞിട്ടില്ല. ദൈവം കടന്നു പോകുമ്പോൾ മോശ തലമറയ്ക്കുകയും അവിടുത്തെ പിൻഭാഗം മാത്രമാണ് മോശയ്ക്ക് കാണുവാനായിട്ട് സാധിച്ചത് എന്നും വിശുദ്ധ ഗ്രന്ഥം നമ്മോട് പറയുന്നുണ്ട്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിലെ 19-ാം അധ്യായത്തിൽ ഏലിയായ്ക്കും ഒരു തെയോഫനി ഉണ്ടാകുന്നുണ്ട്. ഏലിയ ഒരു മലമുകളിലേക്ക് പോകുന്നു, അതാണ് ഹോറബ് മല. ഹോറബ് മല തന്നെയാണ് ഈ താബോർ മല എന്ന് തന്നെയാണ് പറയപ്പെടുക. അവിടെ വെച്ച് ഹോറബ് മലയിൽ ഏലിയ ഇങ്ങനെ ഉപവാസത്തിലൊക്കെ ആയിരിക്കുകയാണ്. അപ്പോൾ ദൈവം ഏലിയായ്ക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നുണ്ട്, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഏലിയ പറയുന്നു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെക്കുറിച്ചുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏലിയായ്ക്ക് മുൻപിൽ കർത്താവ് തൻ്റെ മഹത്വം വെളിപ്പെടുത്തുകയാണ്, തെയോഫനി. കർത്താവ് കടന്നു പോകുന്നു. അപ്പോൾ മലകൾ പിളർന്നു, പാറകൾ തകർന്നു, കൊടുങ്കാറ്റടിച്ചു, ഭൂകമ്പമുണ്ടായി. അപ്പോൾ ഏലിയ തൻ്റെ മേലങ്കി കൊണ്ട് മുഖം മറച്ചു. കർത്താവിൻ്റെ മുഖം ഏലിയായ്ക്കും ദർശിക്കാനാവുന്നില്ല. ഇവിടെ എന്താണ് പൊതുവായിട്ട് കാണുന്നത്? ഈ 2 പേർക്കും
മോശയ്ക്കും ഏലിയായിക്കും മലമുകളിൽ വെച്ച് ദൈവത്തിൻ്റെ ദർശനമുണ്ടായിരുന്നെങ്കിലും രണ്ടുപേർക്കും കർത്താവിൻ്റെ മുഖം കാണുവാൻ സാധിച്ചില്ല. എന്നാൽ ഈശോ തൻ്റെ ശിഷ്യന്മാരോടൊപ്പം മലമുകളിലേക്ക് കയറുകയും തൻ്റെ മഹത്വം വെളിപ്പെടുത്തുകയും ചെയ്യുന്ന തെയോഫനിയിൽ തങ്ങളുടെ ജീവിതകാലത്ത് തങ്ങൾക്ക് ലഭിച്ച ആ അവസരത്തിൽ അവർക്ക് ലഭിക്കാതിരുന്ന ദൈവത്തിൻ്റെ തിരുമുഖ ദർശനം, അത് മോശയ്ക്കും ഏലിയായിക്കും ഇപ്പോൾ ഈ രൂപാന്തരീകരണ സമയത്ത് യേശുവിൽ സാധ്യമാവുകയാണ്. അതായത് ഈശോയുടെ മുഖത്ത് അവർക്ക് അന്ന് തങ്ങൾക്ക് മിസ്സായിപ്പോയ, തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ കർത്താവിൻ്റെ മുഖം അവർ ദർശിക്കുകയാണ്. അതായത് മനുഷ്യന് ദർശിക്കുവാൻ സാധിക്കാത്ത ദൈവത്തിൻ്റെ മഹത്വമേറിയ മുഖം മനുഷ്യനായി അവതാരം ചെയ്ത ദൈവമായ യേശുവിൻ്റെ മുഖത്തിലൂടെ മോശയ്ക്കും ഏലിയായിക്കും മാത്രമല്ല ശിഷ്യന്മാർക്കും മനുഷ്യകുലം മുഴുവനും ദൈവത്തിൻ്റെ മുഖം യേശുവിൽ ദൃശ്യമായിരിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മുഖം ഞങ്ങൾക്ക് കാണിച്ചു തരണമേ എന്ന പഴയ നിയമത്തിലെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചിരിക്കുന്നു. അത് മനുഷ്യനായി അവതാരം ചെയ്ത യേശുവിൻ്റെ മുഖത്തിലൂടെയാണ്. എന്തുകൊണ്ടാണ് ഈ രൂപാന്തരീകരണത്തിൻ്റെ സംഭവം തപസ് കാലത്തിലെ രണ്ടാം ഞായറിൽ സഭ നമുക്ക് നൽകുന്നത്? ലൂക്കായുടെ സുവിശേഷം അനുസരിച്ച് ഈ രൂപാന്തരീകരണ സംഭവം ലൂക്ക വിവരിക്കുമ്പോൾ ഈ 3 പേരും ഈ രൂപാന്തരീകരണ സമയത്ത് യേശുവും മോശയും ഏലിയായും തമ്മിൽ എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചതെന്ന് ലൂക്ക വ്യക്തമാക്കുന്നുണ്ട്. അതിങ്ങനെയാണ് പറയുക: അടുത്തു തന്നെ ജെറുസലേമിൽ പൂർത്തിയാകേണ്ട കടന്നുപോകലിനെ കുറിച്ചാണ് അവർ സംസാരിച്ചത്. കടന്നുപോകൽ. ഈ കടന്നുപോകൽ എന്ന വാക്ക് പല ഭാഷകളിലൊക്കെ തർജ്ജമ ചെയ്യപ്പെട്ടിരിക്കുന്നത് എക്സോഡസ് എന്നാണ്. അടുത്തു തന്നെ ജെറുസലേമിൽ പൂർത്തിയാകേണ്ട യേശുവിൻ്റെ പുറപ്പാടിനെക്കുറിച്ച്, യേശുവിൻ്റെ പെസഹയെക്കുറിച്ച്, കടന്നുപോകലിനെ കുറിച്ചാണ് അവർ സംസാരിച്ചത്. എന്താണ് ജെറുസലേമിൽ പൂർത്തിയാകാനിരിക്കുന്ന യേശുവിൻ്റെ പുറപ്പാട് അല്ലെങ്കിൽ യേശുവിൻ്റെ പെസഹ? അപ്പോൾ പഴയ നിയമത്തിലെ പ്രവാചകന്മാരിൽ അധികം പേരും പറയുന്ന ഒരു കാര്യമുണ്ട്. മിശിഹ വരുമ്പോൾ മിശിഹായുടെ ആ രക്ഷയുടെ യുഗത്തിൽ അവിടുന്ന് തൻ്റെ ജനങ്ങളെ രക്ഷിക്കുക ഭൂതകാലത്തിൽ പണ്ട് ദൈവം തൻ്റെ ജനത്തെ രക്ഷിച്ചതിന് സമാനമായിരിക്കും എന്ന്. അതായത് മിശിഹ ഒരു പുതിയ പുറപ്പാട്, ഒരു പുതിയ പെസഹ ആവർത്തിക്കും എന്ന്. ഭൂതകാലത്തിൽ മോശയുടെ നേതൃത്വത്തിൽ നടന്ന പുറപ്പാടിനോടും പെസഹായോടും സമാനമായ ഒന്ന് മിശിഹായുടെ ദാറ്റ് ഏജ് ഓഫ് സാൽവേഷനിൽ, രക്ഷാകരമായ യുഗത്തിൽ സംഭവിക്കും. അപ്പോൾ യേശുവാകുന്ന മിശിഹ അത് ആരംഭിക്കുകയും ജെറുസലേമിൽ അത് പൂർത്തിയാക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ പഴയതിനോട് സമാനവും എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തവും ആയ ഒരു പുതിയ കടന്നുപോകൽ, ഒരു പുതിയ പെസഹായും പുതിയ പുറപ്പാടും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ലൊക്കേഷനും ഡെസ്റ്റിനേഷനുമാണ് വ്യത്യാസമുള്ളത്. പഴയ പുറപ്പാടിൻ്റെ ലൊക്കേഷൻ ഈജിപ്തിൽ നിന്ന് ആരംഭിച്ച് ജെറുസലേമിൽ സമാപിച്ചുവെങ്കിൽ ഈശോയുടെ പുതിയ പുറപ്പാടിൻ്റെ ആരംഭം ജെറുസലേമിൽ ആരംഭിക്കുകയും സമാപിക്കുന്നത് സ്വർഗത്തിലുമായിരിക്കും. അപ്പോൾ പഴയ നിയമത്തിലുള്ളവർ 40 സംവത്സരങ്ങൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു. പുതിയ നിയമത്തിലെ നമ്മളാകട്ടെ ഈ ഭൂമിയിലൂടെയുള്ള യാത്രയിലാണ്. എന്തിലേക്ക്? നമ്മുടെ വാഗ്ദത്ത ദേശമായ സ്വർഗം, ന്യൂ ജെറുസലേം, ഹെവൻലി ജെറുസലേം, സ്വർഗീയ ജെറുസലേമിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. ആ യാത്രയെക്കുറിച്ച് നമ്മെ അനുസ്മരിപ്പിക്കുന്ന സമയമാണ് തപസ് കാലം. അപ്പോൾ ഈ തപസ് കാലത്ത് സഭ നമ്മോട് നിരന്തരമായി ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ ഈ ലോക ജീവിതത്തിൽ യാത്രയിലാണ്. പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനം 40 സംവത്സരങ്ങൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് അവർ അവസാനം വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന ദേശത്ത് എത്തിയതുപോലെ നമ്മളും ഈ ഭൂമിയിലൂടെയുള്ള നമ്മുടെ പുറപ്പാട് സമാപിപ്പിച്ച് സ്വർഗീയ ജെറുസലേമിലേക്ക് യേശുവാകുന്ന പുതിയ മോശയുടെ നേതൃത്വത്തിൽ എത്തിച്ചേരേണ്ടവരാണ്. ആ ഓർമ്മയാണ് തപസ് കാലം നമുക്ക് നൽകുന്നത്.
പ്രിയപ്പെട്ടവരെ, ഏവർക്കും അനുഗ്രഹപ്രദമായ തപസ് കാലം ആശംസിക്കുന്നു. നല്ലൊരു ഞായറാഴ്ചയും ആശംസിക്കുന്നു. നന്ദി.